മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര സമയം കഴിയുന്നു വളരെ ഡീപ്പായിട്ടുള്ള സൈലൻസിൻ്റെ ആഴമാർന്ന അനുഭൂതി, ആത്മാനുഭൂതിയും വീടിൻ്റെ അനുഭൂതിയും, വീട്ടിലിരിക്കുന്ന പരമാത്മാ പിതാ, ശാന്തിയുടെ കടലായ ബാബയുടെ അനുഭൂതിയിൽ മുഴുകുന്ന ആഴമാർന്ന ചില എക്സ്പീരിയൻസുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണ്? എത്രത്തോളം നമ്മൾ സൈലൻസിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മുടെ ആന്തരിക ശക്തികൾ, നമ്മൾ അഷ്ടശക്തികളെക്കുറിച്ച് പറയുകയായിരുന്നല്ലോ, ഈ അഷ്ടശക്തികളും ഡെവലപ്പാകുന്നത് ഇപ്രകാരമുള്ള കുറച്ച് സമയത്തിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള അനുഭവം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല അനുഭവം ചെയ്തവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സൈലൻസിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശബ്ദിക്കാനോ ശബ്ദം കേൾക്കാനോ കാണാനോ, അതായത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ശരീരത്തിലെ അല്ലെങ്കിൽ സ്ഥൂല ഇന്ദ്രിയങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് വരണമെന്നോ പുറത്തെ എന്തെങ്കിലും രസം എടുക്കണമെന്നോ നമുക്ക് തോന്നുക പോലെയില്ല. ചിലപ്പോൾ അവസ്ഥയിൽ നമുക്ക് ആ അനുഭൂതിയിൽ 5 മിനിറ്റിന് പകരം ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറോളം നമുക്ക് അത്ര നല്ല ഡീപ്പായിട്ടുള്ള അനുഭവം കിട്ടുകയാണെങ്കിൽ എന്താകും? 5 മിനിറ്റിൻ്റെ പോലും അനുഭൂതി ആത്മാവിലെ വളരെയധികം ശക്തികളുടെ വികാസം, ഡെവലപ്മെൻറ്റ്, ഉണർവിന് സഹായിക്കും. ആ ശക്തികളുടെ വികാസം, 8 ശക്തികൾ അങ്ങനെ ഡെവലപ്പാകുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് നമുക്ക് സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗത്തിൽ വരും. അതാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് അല്ലേ പരമാത്മാ പിതാവുമായി യോഗം വയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 8 ശക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ശുദ്ധികളെക്കുറിച്ച് മനസ്സിലാക്കാം. ശുദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശുദ്ധികളുടെ ആവശ്യം നമുക്ക് എന്തിനാണ്? ശരീരത്തെ പോലും നമ്മൾ കുളിപ്പിക്കുന്നത് എന്തിനാണ്? ശുദ്ധമാക്കാൻ. അപ്പം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കുളിച്ച് കയറിയാൽ തന്നെ നമുക്ക് ശരീരവും മനസ്സും ഫ്രഷാവും അല്ലേ? അപ്പോൾ സാധാരണ വെള്ളം, കാരണം നമ്മുടെ ശരീരത്തിൽ 72% വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ തലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സാണ്. അതേപോലെ ആത്മാവിൻ്റെ സ്വതസിദ്ധമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി ആത്മാവ് ഒറിജിനലി നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് പ്യൂരിറ്റിയാണ്, പവിത്രതയാണ്, ശുദ്ധിയാണ്, സത്യതയാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ജീവിതം സംശുദ്ധമാകുന്നത്, ശാരീരികമായും മാനസികമായും വൈകാരികമായും എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ ശുദ്ധിയിൽ വരുമ്പോഴാണ് നമുക്കും ഉണർവും ഉന്മേഷവും അല്ലേ സുഖവും ശാന്തിയും സന്തോഷവും എല്ലാം അനുഭവിക്കാൻ കഴിയണം. ഇപ്പം നമ്മൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്സംഗവും കേൾക്കുന്നുണ്ട്, ഒപ്പം മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്. പരമാത്മാ പറയുന്നത് മക്കളെ അല്ലേ ഭഗവാൻ നമുക്ക് ജ്ഞാനം തരികയാണ് അല്ലേ. പരമാത്മാവിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് പറയണേ. കാരണം ആത്മാവിനെ പിടിച്ചിരിക്കുന്നത് 5 വികാരങ്ങളുടെ രോഗമാണ്. അതിൽ നിന്നും മുക്തിക്കുള്ള മരുന്ന്, ആ മരുന്ന് പോലെയാണ് നമുക്ക്
ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ മരുന്ന് തരുന്നതിനോടൊപ്പം നമുക്ക് പഥ്യം പറഞ്ഞു തരും അല്ലേ. അപ്പം മരുന്നിനോടൊപ്പം പഥ്യം പാലിച്ചാൽ മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണമുക്തി ഉണ്ടാകുള്ളൂ. രോഗം താൽക്കാലികമായിട്ട് മാറും മരുന്ന് കഴിച്ചാലും. ഇപ്പോൾ ഒരു ഷുഗറായിട്ട് തന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഷുഗറിൻ്റെ മരുന്ന് തരും, അതുകൊണ്ട് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകും. പക്ഷേ അതിനോടൊപ്പം ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറയും, അല്ലെ ഡയറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറയും, ടോട്ടൽ ലൈഫ് സ്റ്റൈലിൽ കുറേ ഡയറക്ഷൻസ് നമുക്ക് തരും. ഓരോന്നിൻ്റെ അളവ് വരെ പറഞ്ഞു തരും അല്ലേ. ഈ കിണ്ണത്തിൻ്റെ അളവിന് ചോറ് കഴിക്കാവൂ, ഈ പാത്രത്തെ ബൗളിൻ്റെ അളവിന് നിങ്ങൾ സലാഡ്സ് കഴിക്കണം അല്ലേ. അങ്ങനെ എല്ലാ നിർദ്ദേശവും തരും. പക്ഷേ ചിലരുണ്ട് പഥ്യവും പാലിക്കും, മരുന്നും കഴിക്കും. ചിലരുണ്ട് മരുന്ന് മാത്രം കഴിക്കും, പഥ്യം പാലിക്കില്ല. അപ്പോൾ എന്താകും, അല്ല തൽക്കാലത്തേക്ക് രോഗം മാറും, പക്ഷെ നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും പറ്റില്ല, രോഗത്തിൻ്റെ മൂലകാരണത്തിൽ നിന്ന് മുക്തമാകാനും പറ്റില്ല. മേലെയുള്ള ചികിത്സ മാത്രമേ നടക്കൂ. കാരണം മരുന്നിലൂടെ ആരോഗ്യം കിട്ടില്ല. ആരോഗ്യവാനായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പഥ്യം വേണം. അതേപോലെ രാജയോഗി ജീവിത ശൈലിയിൽ നമുക്കൊരു നല്ല യോഗി ജീവിതം ജീവിക്കാൻ ഭഗവാൻ നമ്മുടെ വൈദ്യനാഥനാണല്ലോ അല്ലേ. ഡോക്ടർ സദാശിവനാണല്ലോ നമ്മുടെ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ സദാശിവൻ പരമേശ്വരൻ എന്താ പറയണേ? നമ്മളിത്രയും കഴിഞ്ഞ് 26 ദിവസം കൊണ്ട് നമുക്ക് മരുന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒപ്പം ഭഗവാൻ പറയുന്നത്, മക്കളെ, യോഗി ജീവിതത്തിൻ്റെ സുഖം, ആരോഗ്യമുള്ള ഒരു മനസ്സ് അല്ലേ, മനസ്സിന് ആരോഗ്യം, ആത്മാവ് ആരോഗ്യവാനായിരിക്കണമെന്നുണ്ടെങ്കിൽ, ശക്തിശാലിയായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ സംശുദ്ധമായൊരു ജീവിതചര്യ വേണം. എന്നാലേ ഈ ആത്മദീപം സദാ തെളിഞ്ഞ് പ്രകാശത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന ശുദ്ധികളിലൂടെ നമുക്കിന്ന് കടന്നു പോകാം. നിങ്ങൾ രാമായണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാവണനെ രാമൻ വധിക്കും. പക്ഷേ രാവണനെ വധിക്കുന്നതിന് മുമ്പ് ഹനുമാൻ എന്താ ചെയ്യണേ? തൻ്റെ വാലിൽ തീ കൊളുത്തിയിട്ട് ലങ്ക മുഴുവൻ കത്തിക്കും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ആത്മാവാകുന്ന ഈ സീതയെ ആര് പിടിച്ചിരിക്കുകയാണ്? രാവണൻ. 5 ദുർവികാരങ്ങളാണ് രാവണൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ 5 വികാരങ്ങളെ കത്തിക്കുന്നതിന് മുൻപ് ഈ 5 വികാരങ്ങളാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രാവണ രാജ്യമുണ്ട് നമുക്ക് ചുറ്റും. അതെന്താണ്? അതാണ് നമുക്ക് ചുറ്റുമുള്ള ലങ്ക. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ലങ്ക. ലങ്കാർത്ഥം രാവണരാജ്യം. രാവണരാജ്യാർത്ഥം ആസുരീയ സ്വഭാവങ്ങൾ, ആസുരീയമായ ജീവിതശൈലികൾ, രാക്ഷസീയമായിട്ടുള്ള അല്ലെ കാഴ്ചപ്പാടുകൾ, നമ്മൾ പലതരത്തിലുള്ള, ഇപ്പോൾ ജീവിതശൈലി തന്നെ നോക്കൂ. ഇപ്പോൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക, രാത്രി വൈകി ഉറങ്ങുക, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, തോന്നുന്നതൊക്കെ കഴിക്കുക അല്ലേ, നാവിന് രുചി ഉള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം യഥാർത്ഥത്തിൽ നമുക്ക് ഊർജത്തിനാണ് അല്ലേ. പക്ഷെ പല തെറ്റായ ആഹാര പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് പോലും നോക്കൂ, അവർക്ക് പരസ്യത്തിൽ കാണുന്നതും അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളെ വേണ്ടു. അപ്പോൾ തെറ്റായ ആഹാര പാനീയങ്ങളിൽ നിന്ന് തുടങ്ങി അനേക ദുശീലങ്ങൾ, തെറ്റായ ജീവിതശൈലി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. നമ്മുടെ വളരെയധികം രോഗങ്ങളും തെറ്റായ ജീവിതശൈലികളിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർമാർ മിക്കവാറും തൽക്കാലത്തേക്ക് മരുന്ന് തന്നാലും അവരെന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകാതെ അല്ലേ രോഗത്തിൽ നിന്ന് സമ്പൂർണ്ണ മുക്തി ഉണ്ടാവില്ല. ഡോക്ടറെ എൻ്റെ രോഗം അങ്ങ് മാറ്റിത്തരൂ നമ്മൾ പറയും. പക്ഷേ രോഗം മാറുക, ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്, ഡോക്ടറുടെ കയ്യിലല്ല ആരോഗ്യം. ഡോക്ടറുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻസും മരുന്നും മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കി അവർ പറഞ്ഞു തരുന്ന ജീവിതചര്യകൾ ആര് പാലിക്കണം? നമ്മൾ പാലിക്കണം. അതുകൊണ്ട് നമ്മൾ ഹനുമാന്മാരായിട്ട് ആദ്യം എന്ത് ചെയ്യണം? തെറ്റായ ജീവിത ശൈലികളിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമുക്ക് ചുറ്റുമുള്ള ലങ്കാരാജ്യത്തെ വേണം കത്തിക്കാൻ. അതാണ് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു യോഗി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മായകൾ, ടെസ്റ്റ് പേപ്പർ വരും. ഹനുമാൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നില്ല എന്തൊക്കെ മായക. ആദ്യം സുരസ വരും. സുരസ പറഞ്ഞാൽ എന്താണ്? അല്ല, ഇന്ദ്രിയ രസങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കും
എല്ലാ ഇന്ദ്രിയങ്ങളും, കണ്ണും കാതും നാവും മൂക്കും. ഹനുമാൻ എന്താ ചെയ്ത്? ശരീരത്തെ ചെറുതാക്കിയും വലുതാക്കിയും സുരസയുടെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അതേപോലെ നമ്മളും നിത്യ സത്സംഗം കേട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ മുന്നിലും ഇന്ദ്രിയ രസങ്ങൾ ഓരോന്നും നമ്മളെ പിടിച്ച് വലിക്കും. കാരണം ഇതൊന്നും അത്ര വേഗം നമ്മളെ വിട്ടു പോവില്ല. ഭഗവാൻ പറയണേ, അവസാന ശ്വാസം വരെ ഈ 5 ദുർവികാരങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അല്ലേ നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും, താഴെയിടാൻ, വിഴുങ്ങാൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സ്ഥിതി ഉയർത്തിയിട്ട്, അതായത് ഈ കണ്ണിലൂടെയും കാതിലൂടെയും നാവിലൂടെയും സ്പർശന രസത്തിലൂടെയും കിട്ടുന്ന രസത്തിനേക്കാളും അപ്പുറമുള്ള അതീന്ദ്രിയമായ സുഖം, ആനന്ദം, ആ രസത്തിൽ നമ്മൾ മുഴുകിയാലേ ഇതൊക്കെ ചെറുതായിക്കോളും ഓട്ടോമാറ്റിക്കലി. ഇന്ദ്രിയ രസങ്ങൾ ഇതിലും വലുത് കിട്ടുമ്പോൾ നമ്മൾ ആ വലുതിലേക്ക് പോകും. കാരണം മനസ്സിനെപ്പോഴും എന്താ വേണ്ട? രസമാണ്. അതിന് ശരിയായ രസം കിട്ടുമ്പോൾ വേണ്ടാത്തതിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ, അതിന് ചില തന്ത്രങ്ങൾ, നമുക്ക് അവനവൻ്റേതായ മുക്തിക്കുള്ള യുക്തികൾ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതാണ് സുരസ. പിന്നെയോ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഹനുമാന് അടുത്ത പേപ്പർ ആരാണ്? മൈനാക പർവ്വതം വന്ന് ഇരുന്നോളൂ വിശ്രമിച്ചോളൂ പറയും. പക്ഷേ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ആ ക്ഷണം നിരസിച്ചിട്ട് ഹനുമാൻ മുന്നോട്ട് യാത്രയാക്കും അല്ലേ? അതേപോലെ നമ്മളും ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ രാജയോഗി ജീവിതശൈലിയിൽ ചിലർക്ക് എന്ത് തോന്നും? ആത്മീയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നീ ജോലിയും വേണ്ട, ഒന്നും വേണ്ട, പഠിക്കുകയും വേണ്ട, ഇങ്ങനെയുള്ള ആലസ്യം, അശ്രദ്ധ, ഒന്നും ചെയ്യാതിരിക്കലല്ല യോഗി ജീവിതം. ഭഗവാൻ എന്താ പറയണേ? ആലസ്യം, അശ്രദ്ധ അല്ലേ? ഭഗവാൻ എപ്പോഴും പറയും നിത്യേന സത്സംഗത്തിൽ, മുരളിയിൽ ബാബ പറയണേ, ആരാം ഹറാം എന്നാ പറയാം. നിങ്ങൾക്ക് വിശ്രമം അനുവദനീയമല്ല മക്കളെ. പരിശ്രമം, അധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതുവരെ ശരീരമുണ്ടോ കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം, പക്ഷെ കർമ്മയോഗിയായിരിക്കണം അല്ലേ? പിന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അടുത്ത പേപ്പർ? ഈ യോഗി ജീവിതത്തിൽ രാമദൂതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹനുമാന്മാർക്ക് വരുന്ന അടുത്ത ടെസ്റ്റ് പേപ്പറാണ് ഛായാഗ്രഹിണി. ഛായാഗ്രഹിണി എന്താ ചെയ്യണേ? നിഴലിനെ പിടിച്ച് വിഴുങ്ങും. നിഴലിലൂടെ ആളെ പിടിച്ച് വിഴുങ്ങുന്നതാണ്. എന്താ നമ്മളെ നിഴൽ പോലെ പിന്തുടരുന്നത്? നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പൂർവ്വ ജന്മത്തെയോ അല്ലെങ്കിൽ ഈ ജന്മത്തെയോ ചില സംസ്കാരങ്ങൾ, അത് ആർജിതമാകാം, പഴയതാകാം. നമ്മൾ പഠിച്ചോല്ല 5 തരത്തിലുള്ള സംസ്കാരങ്ങൾ ഈ സഞ്ചിയിലുണ്ട്. അതിലേതെങ്കിലും വശപ്പെട്ട് കഴിഞ്ഞാൽ ആ സംസ്കാരങ്ങൾ തന്നെ നമ്മളെ സംസ്കരിച്ച് കളയും, ഇല്ലാണ്ടാക്കി കളയും, കത്തിച്ച് കളയും, ജീവിതത്തെ സർവനാശത്തിൽ കൊണ്ടുപോകും. അതിനു മുമ്പ് നമുക്കെന്ത് ചെയ്യണം? ആ സംസ്കാരങ്ങളെ പരമാത്മസ്മൃതി ഉപയോഗിച്ച്, ജ്ഞാനം ഉപയോഗിച്ച് നമുക്കതിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്. യോഗി ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്രകാരം നമുക്ക് പരിവർത്തനത്തിന് വിധേയമാകണമെന്നുണ്ടെങ്കിൽ സംസ്കാരങ്ങളുടെ ശുദ്ധീകരണമാണ് ആവശ്യം. ആ ശുദ്ധീകരണത്തിനാണ് നമുക്ക് ശുദ്ധികൾ, വ്രതങ്ങൾ ജീവിതത്തിൽ ആവശ്യം. ഏത് ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എല്ലാ മതങ്ങളിലും നോക്കിക്കോളൂ, ചില വ്രതങ്ങൾ ചില പ്രത്യേക അവസരങ്ങളിലുണ്ടല്ലേ? എല്ലാ ധർമ്മങ്ങളിലും ഉണ്ടാവും. നോമ്പ്, വ്രതം അല്ലേ? ആ വ്രതങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ധർമ്മത്തിലാണെങ്കിലും ആ വ്രതമാസം, ചിലപ്പോൾ 1 മാസത്തെ വ്രതം അല്ലേ, ചിലപ്പോൾ 41 ശബരിമലയ്ക്കാണെങ്കിൽ 41 ദിവസത്തെ വ്രതം, അല്ലെങ്കിൽ 21 ദിവസത്തെ വ്രതം. അപ്പോൾ ഈ വ്രതങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ നമ്മളോട് പറയില്ലേ, വ്രതം എടുത്താൽ പുണ്യം കിട്ടും, വ്രതം എടുത്തില്ലെങ്കിൽ പാപം ഉണ്ടാവും, വ്രതം എടുത്താൽ ഈശ്വരൻ സന്തോഷിക്കും, പ്രീതിപ്പെടും, വ്രതം എടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കും. അപ്പോൾ പാപപുണ്യത്തെ പ്രതി അല്ലെങ്കിൽ ദൈവകോപം, ദൈവസഹായം കിട്ടും വ്രതം എടുത്താൽ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും വ്രതം എടുക്കാറുള്ളത്. ദൈവം കോപിച്ചാലോ അല്ല ദൈവം ശിക്ഷിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വ്രതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഋതം, താളാത്മകമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൽ യഥാർത്ഥത്തിൽ പാപപുണ്യത്തിൻ്റെ കാര്യമല്ല. അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ദൈവം കോപിക്കുന്ന ആളോ അങ്ങനെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും അതൊക്കെ മനുഷ്യനാണ്, അതൊന്നും ദൈവമല്ല അല്ലേ?
പെട്ടെന്ന് കോപിക്കുകയോ പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ആളല്ല. ഈശ്വരൻ ആരാണെന്ന് ഇപ്പം നമുക്ക് മുന്നിൽ വ്യക്തമാണ്. ഭഗവാൻ ആരാ? നമ്മുടെ അച്ഛനും അമ്മയും സർവബന്ധവുമാണ് അല്ലേ? ഭഗവാൻ നമ്മുടെ മാതാപിതാവാണ്. അപ്പം അതുകൊണ്ട് നമ്മളെന്തിനാ പിന്നെ വ്രതം എടുക്കണേ? നമ്മുടെ ജീവിതത്തെ താളാത്മകമാക്കാൻ. നമ്മുടെ ജീവിതം സദോ പ്രധാനാകണം. അപ്പോഴേ സുഖം ഉണ്ടാവുള്ളൂ. എപ്പോൾ നമ്മുടെ ജീവിതം തമോ പ്രധാനാകുന്നോ, തമോ ഗുണി ജീവിതം നമുക്ക് ദുഃഖമേ നൽകും. അതുകൊണ്ടാണ് വ്രതശുദ്ധി. നിങ്ങൾ നോക്കിക്കോളൂ, 1 മാസം അല്ലെങ്കിൽ 1 വർഷം വ്രതശുദ്ധിയോടുകൂടി പോകുന്ന ആ സമയം, ആ വ്രതം എടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതം, ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ, ശരീരത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. കാരണം നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിൽ ശബരിമലയ്ക്ക് പോകണുള്ളൂ, മാലയിടണുള്ളെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ആ സമയത്ത് 41 ദിവസം ഒരു വ്രതത്തിലായിരിക്കും അല്ലേ? മല ചവിട്ടുന്നത് ഒരാളായിരിക്കാം. പക്ഷെ ആ വ്രതശുദ്ധിയുടെ കാലങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ പുരുഷോത്തമ മാസം നടക്കുകയാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ പലരും 30 ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ടാവും. അതിൽ തന്നെ 10-26 ദിവസമായി. ആരൊക്കെ ആ വ്രതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണോ, ആ സമയത്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം എല്ലാം നിങ്ങളൊന്ന് സാക്ഷിയായിട്ട് വിലയിരുത്തി നോക്കൂ. അപ്പം നമുക്കറിയാൻ കഴിയും വ്രതം നമുക്ക് നൽകുന്ന സുഖം എന്താണ്, ശാന്തി എന്താണ്, സന്തോഷം എന്താണ്, ആനന്ദം എന്താണ്. ഇതാണ് നമുക്ക് നൽകുന്ന ആനന്ദം. പരമമായി ഈ ആനന്ദം അനുഭവിക്കാനാണ് വ്രതം. പക്ഷേ ഈ പരമാനന്ദം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഇത്തിരി തുള്ളിയായിട്ട് കിട്ടുന്ന ആഹ്ലാദങ്ങളുടെ പിന്നാലെ പോയിട്ട് ഇന്ദ്രിയ രസങ്ങൾ ആഹ്ലാദം നൽകും. പക്ഷെ അവയെല്ലാം നൈമിഷികമാണെന്ന് മാത്രം. അത് മാത്രമോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ അഷ്ടശുദ്ധികളെക്കുറിച്ച്, ശുദ്ധികളിലൂടെ നമ്മൾ അഷ്ടശക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അഷ്ടശക്തി പ്രാപ്തമാക്കാൻ നമുക്ക് ജീവിതത്തിൽ ശുദ്ധികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു രാജയോഗി ജീവിതത്തിലൂടെ സമ്പൂർണ്ണ സുഖശാന്തിക്കായി നമ്മൾ ജീവിതത്തിൽ ഏതെല്ലാം ശുദ്ധികളിൽ ശ്രദ്ധ വയ്ക്കണം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്യാം. പക്ഷേ ശുദ്ധികളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഇതും സൂചിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, അയ്യോ ഈ കേൾക്കുന്ന ശുദ്ധികളൊക്കെ ഞാൻ പാലിച്ചാൽ മാത്രമേ അപ്പോൾ ഇനി സത്സംഗം കേൾക്കാൻ പാടുള്ളൂ, ഇതൊക്കെ ചെയ്താലേ ധ്യാനം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പറഞ്ഞുവല്ലോ, ഒരു യോഗി ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ പ്രാപ്തിക്ക് നമുക്ക് വേണ്ട ശുദ്ധികളാണ് നമ്മളിവിടെ പറയാൻ പോണേ. ബാക്കി ക്ലാസ്സുകൾ കേൾക്കുന്നതിനോ സത്സംഗം കേൾക്കുന്നതിനോ മെഡിറ്റേഷൻ ചെയ്യുന്നതിനോ അതിനൊന്നും ഇത് തടസ്സമല്ല, ബാധകമല്ല. ഇപ്പം നോക്കൂ, നമ്മൾ 26 ദിവസം കൊണ്ട് അല്ല ഏകദേശം 1 മാസം കൊണ്ട് സത്സംഗം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളോട് സത്സംഗം തുടങ്ങിയപ്പോൾ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങളിങ്ങനെയാണെങ്കിൽ ഈ സത്സംഗം കേൾക്കാൻ പാടുള്ളൂ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാൻ അതല്ല പറയണേ. ഭഗവാൻ നമുക്ക് മരുന്ന് തന്നിട്ട് പഥ്യം പറഞ്ഞു തരികയാണ്. മക്കളെ, മരുന്നിനോടൊപ്പം പഥ്യം കൂടെ കഴിച്ചാൽ നിങ്ങൾ എൻ്റെ മക്കൾക്ക് പൂർണ്ണമായും ആരോഗ്യവാന്മാരായി മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലേ വളരെ സുഖശാന്തിമയമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആർക്കൊക്കെ ഈ ശുദ്ധികളെല്ലാം, നമ്മളിനി കേൾക്കാൻ പോകുന്ന ശുദ്ധികളൊക്കെ ആർക്കൊക്കെ പാലിക്കാൻ കഴിയുന്നോ ചെയ്യും. ഏറ്റവും ഉത്തമം പുരുഷോത്തമ ജീവിതം നമുക്ക് ജീവിക്കാം. ഇനി ആർക്കൊക്കെ പറ്റണില്ലയോ, സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുണ്ടോ, അതിലും വിഷമിക്കേണ്ട. പക്ഷെ സങ്കല്പം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചേക്കൂ. അവരവരുടെ ഉള്ളിലൊരു ദൃഢസങ്കല്പം വയ്ക്കൂ, എനിക്കും എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. ആ സങ്കല്പം നമ്മുടെ ഉള്ളിൽ ദൃഢമായിട്ടുണ്ടെങ്കിൽ നമുക്കതിനുള്ള വാതിലുകൾ തുറന്നു കിട്ടും. ഒന്നല്ലെങ്കിലൊന്ന്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും, അയ്യോ എൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യമില്ല. കുഴപ്പമില്ല. സങ്കല്പത്തിൻ്റെ ബീജം, കാരണം സങ്കല്പം ബീജമാണ്. നമ്മളിടുന്ന ദൃഢസങ്കല്പം, ശുഭസങ്കല്പം, ശ്രേഷ്ഠമായ സ്വാർത്ഥതയല്ല ഇത്, ഏറ്റവും ശുഭമായ സങ്കല്പമാണ്. അത് നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും വരും. നമ്മുടെ കെയർലെസ്നെസ് കാരണം, അശ്രദ്ധ കൊണ്ട്, നമ്മൾ ആലസ്യം കൊണ്ട് ചെയ്യാതിരിക്കരുത്. അതിൽ നമുക്ക് എപ്പോഴും എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു, യോഗി ജീവിതത്തിലൂടെ കടന്നു പോകൂ.
അങ്ങനെ നമുക്ക് ആത്മാവിനെ നമുക്ക് 100% ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ അഹോ സൗഭാഗ്യം. അതാണ് പരമസൗഭാഗ്യം അല്ലേ? അപ്പോൾ കാരണം ഭഗവാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ഡെയിലി ഭഗവാൻ മഹാവാക്യത്തിൽ പറയാറുണ്ട്, മക്കളെ ഞാൻ വന്നിരിക്കുന്നത് സദോ ഗുണിയായ ആത്മാവിനെ തമോ ഗുണിയായ ആത്മാവിനെ സദോ ഗുണിയാക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് പതിതാത്മാവിനെ പാവനമാക്കാനാണ് മക്കളെ അല്ലേ? അപ്പോൾ ഭഗവാൻ വന്നിരിക്കുന്നതേ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മരുന്നിനോടൊപ്പം പഥ്യവും വലിച്ചാൽ 100% ആരോഗ്യവാന്മാരായി ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് മാറാൻ പറ്റും. അപ്പം അതിൽ ശുദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി, നമ്മുടെ വാക്കുകളുടെ വ്യവഹാരത്തിൻ്റെ ശുദ്ധി, നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി അല്ലേ, ധനത്തിൻ്റെ ശുദ്ധി, പരിസരത്തിൻ്റെ ശുദ്ധി, വാക്കുകളുടെ ശുദ്ധി. എത്ര ശുദ്ധികളാണ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. കുറച്ച് കാര്യങ്ങൾ, കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കേരളം പോലെ ഒരു വളരെയധികം ഹൈജീനിക്കായിട്ടുള്ള ജീവിതശൈലിയുള്ള, ശുദ്ധിക്ക് വളരെയധികം, വൃത്തിക്കും ശുദ്ധിക്കുമെല്ലാം വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് സിസ്റ്റർ പോണില്ല. കുറേയധികം നിങ്ങൾക്കറിയുന്ന വസ്തുതകളാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും എത്രത്തോളം ആ സൂക്ഷ്മവശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതശൈലി കെട്ടിപ്പടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും തത്വരൈ രാഷ്ട്രത്തിൻ്റെയും പുനർനിർമ്മാണത്തിന്, സത്യുഗീ രാജ്യനിർമ്മാണത്തിന്, ദൈവിക ലോകത്തിൻ്റെ പുനർസൃഷ്ടിക്ക് നമ്മളാണല്ലോ ഓരോ ഇഷ്ടികകൾ അല്ലേ? കലിയുഗം മാറി സത്യുഗം വരണമെങ്കിൽ മാറേണ്ടത് ആരാണ്? നമ്മളല്ലേ? കലിയുഗി തമോ ഗുണി സ്വഭാവങ്ങൾ മാറണ്ടേ? അപ്പം സദോ ഗുണി അല്ലേ, കലിയുഗി തമോ ഗുണി അവസ്ഥയിൽ നിന്ന് സദോ ഗുണിയാകാൻ നമുക്ക് ഓരോരുത്തർക്കും മാറണം. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം, അന്നശുദ്ധി അല്ലേ. എല്ലാ ശുദ്ധികളും എന്തിനാണ്? മനസ്സിൻ്റെ ആത്മാവിൻ്റെ സംശുദ്ധീകരണത്തിനാണ്. അപ്പം അതിൽ ഭക്ഷണവും മനസ്സും തമ്മിലുള്ള കണക്ഷൻ എന്താ കണക്ഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമല്ലേ? സാധാരണ നോക്കൂ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാന്നിരിക്കട്ടെ, മനസ്സ് വളരെ ഹാപ്പിയാണെങ്കിൽ നിറച്ച് ഭക്ഷണം കഴിക്കും ഇല്ലേ? പിന്നെ സന്തോഷം പങ്കിടുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെങ്ങനെയാണ്? ഭക്ഷണം കൊടുത്തിട്ടാണ് അല്ല. ആരെങ്കിലും പാസ്സായി എന്തെങ്കിലും നേടി ഉടനെ എന്താ ചെയ്യുക? മധുരം വിതരണം ചെയ്യുക. അപ്പോൾ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നതേ ഭക്ഷണ വിതരണത്തിലൂടെയാണ്. എവിടെ നിങ്ങൾ നോക്കൂ, ഏതൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴും സന്തോഷം അല്ലെ പങ്കിടുന്നത് മധുരം വിളമ്പിയും വിഭവസമൃദ്ധമായ ആഹാരം സദ്യ ഒരുക്കിയും കൊടുത്തും കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സന്തോഷവും ഭക്ഷണവും തമ്മിൽ കണക്റ്റഡാണ്. ഇനി നമുക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, നമ്മൾ മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കാന്നിരിക്കട്ടെ, ദേഷ്യം വന്നു, പിണങ്ങി, പിന്നെ ഭക്ഷണം കഴിക്കില്ലേ അല്ലേ? പിന്നെ ഭക്ഷണം കഴിക്കില്ല, വിശപ്പില്ല എന്ന് നമ്മൾ ആദ്യം പറയണേ, മൂഡ് ഓഫായ അല്ലേ? അപ്പം മനസ്സും ഭക്ഷണവും തമ്മിൽ എത്ര കണക്റ്റഡാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയധികം അഭേദ്യമായ ബന്ധം മനസ്സിനും ഭക്ഷണത്തിനും തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം അല്ലേ, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ വിളമ്പിക്കൊടുക്കണം, ഇതേറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, മക്കളെ അല്ലേ, നിങ്ങൾ ഭക്ഷണം പ്രസാദമായിട്ടുണ്ടാക്കും, പരമാത്മസ്മൃതിയിലുണ്ടാക്കും, ഭഗവാനായിട്ടുണ്ടാക്കും. അമ്പലത്തിൽ അതുകൊണ്ടാണ് നിവേദ്യം ഉണ്ടാക്കി പഠിപ്പിക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയാണ് ശ്രീകോവിൽ. അവിടെ നമ്മൾ ഭക്ഷണം പരമാത്മസ്മൃതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ നിന്നുണ്ടാക്കിയ മനസ്സിൽ അതും ഇതും ചിന്ത വരില്ല, ഭഗവാന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പം അത് ആ വീട്ടിലെല്ലാവർക്കും പ്രിയങ്കരമായിട്ട് മാറും. ഓരോരുത്തരെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ അച്ഛനൊന്നാണ് ഇഷ്ടം, ഭാര്യയ്ക്കൊന്നാണ് ഇഷ്ടം, ഭർത്താവിനൊന്നാണ്, മകനൊന്നാണ്, മകൾക്കൊന്നാണ്. ഇത്രയും പേരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് എത്ര വെറൈറ്റി ഫുഡ് ഉണ്ടാക്കണം? ഒരിക്കൽ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അമ്മ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, സിസ്റ്ററെ അവിടെ 7 തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കണം, 7 പേർക്കും 7 തരത്തിലുള്ള ഫുഡാണ് ഇഷ്ടം.
എന്നാലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് പരമാത്മ സ്മൃതിയിലുണ്ടാക്കി ഭഗവാനുള്ള നിവേദ്യമായിട്ടുണ്ടാക്കിയാൽ വീട്ടിൽ 7 പേരാണെങ്കിൽ 70 പേരാണെങ്കിലും അതെല്ലാവർക്കും പ്രീതിപ്പെടുത്തും. കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതെല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെട്ടോളും. അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പ്യുവർ വൈബ്രേഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഷെൽഫിൽ നിന്ന് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ എടുത്ത് ഇടുന്നത് പോലെ ഏറ്റവും പ്രധാനം സൂക്ഷ്മത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളുടെ വൈബ്രേഷൻ ഭക്ഷണത്തിൽ കലരാം. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്. നിങ്ങൾക്കെല്ലാവരും പല പരീക്ഷണങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനസ്സിൻ്റെ ഫീലിങ്സുകൾ, വിചാരങ്ങൾ, വൈബ്രേഷൻസ് ഭക്ഷണത്തിൽ എങ്ങനെ കലരും, ഓരോന്നിലും കലരും. അപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും ചോറും സാമ്പാറും അവിയലും പായസവും മാത്രമല്ല, അതിലെന്തും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് എന്ത് പൊടിഞ്ഞു വീണോ അതും കൂടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആലോചിക്കുക, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വിളമ്പി കൊടുക്കുമ്പോൾ എന്തൊക്കെ പൊടികൾ അഡീഷണൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ആരാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിലും ദയവ് ചെയ്ത് മനസ്സ് മൂഡ് ഓഫ് ആണെങ്കിൽ, നെഗറ്റീവായിട്ട് ദുഃഖമായിട്ടിരിക്കുമ്പോൾ ഒരു നേരം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പം കഴിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് വിഷം അതിൽ കലർത്തരുത്. നമ്മുടെ ദുഃഖവും വേദനയും അസ്വസ്ഥതയും ചിലപ്പോൾ മുതിർന്നവർ തമ്മിലായിരിക്കും ശണ്ട കൂടിയത്. അതിൻ്റെ പേരിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് അസ്വസ്ഥതയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കിയാൽ ഇവിടുന്ന് പൊടിയുന്നതെല്ലാം നിരപരാധികളായ നമ്മുടെ മക്കൾ, പേരമക്കൾ ഉൾപ്പെടെ അവരുടെയൊക്കെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ശരീരമാകുന്നത് പോലെ, ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് പോലെ ഒരു ഭാഗം നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരമായി പരിണമിക്കുകയാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരാളെ കാണണമെന്നില്ല, അവരെന്താണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ മതി ലിസ്റ്റ്, ഞാൻ ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭക്ഷണവും സ്വഭാവവും അല്ലേ, ഭക്ഷണവും മനസ്സും തമ്മിലുള്ള കണക്ഷൻ എത്രയാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, ഞാൻ എന്തിനാ ഭക്ഷണം കഴിക്കണം? രുചിക്കാണോ കഴിക്കണം, വയറ് നിറയ്ക്കാനാണോ കഴിക്കണം, എൻ്റെ ആസക്തിക്കാണോ കഴിക്കണം, ആർത്തിക്കാണോ? ഊർജത്തിനാണ് കഴിക്കേണ്ടതെങ്കിൽ ഊർജ്ജമടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഊർജ്ജമടങ്ങിയ ഭക്ഷണം, സൗരോർജം നിറയുന്നത് മണ്ണിന് മുകളിൽ വിളയുന്ന സസ്യങ്ങളിലും അല്ലേ, പഴങ്ങളിലുമാണ്. അതിൽ മണ്ണിൻ്റെ മേലെ വിളയുന്നതിലാണ് കൂടുതൽ, മണ്ണിൻ്റെ അടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും പറയുന്ന അല്ലേ, നല്ല ഭക്ഷണത്തിൽ മണ്ണിന് മുകളിൽ വിളയുന്ന സാധനങ്ങൾ കൂടുതൽ കഴിക്കും, മണ്ണിനടിയിൽ വിളയുന്ന സാധനങ്ങൾ കുറച്ച് കഴിക്കും. സസ്യാഹാരം, സാത്വികാഹാരം. സസ്യാഹാരം മാത്രം പോരാ, ഒപ്പം എന്ത് ചെയ്യണം? സാത്വികാഹാരം. സാത്വികമാകണമെങ്കിൽ ഇവിടുന്ന് ചിന്തകൾ സാത്വികമായിരിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരവരുടെ അടുക്കളയിൽ ബാക്കി എന്തെല്ലാം ജോലിക്ക് നിങ്ങൾ വീട്ടിൽ ആളെ വെച്ചാലും കുക്കിങ്ങിന് മാത്രം പൈസ കൊടുത്ത് ആളെ വയ്ക്കാതെ ഇതുവരെ കൈകാലുകൾ പ്രവർത്തിക്കുമോ അതുവരെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, സ്നേഹത്തോടെ ഉണ്ടാക്കും, പരമാത്മസ്മൃതിയിൽ സമർപ്പണത്തോടെ ഉണ്ടാക്കൂ. അത് തന്നെ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം, മക്കളുടെയും കുടുംബത്തിലുള്ള എല്ലാവരുടെയും കൂട്ടായ്മയിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കും. അതിൽ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ വയ്യാന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരുണ്ടല്ലോ, മക്കളുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ആരുണ്ടോ ഉണ്ടാക്കാമല്ലോ. നമുക്കിത് സ്ത്രീയുടെ ജോലി പുരുഷൻ്റെ ജോലി എന്നൊന്നുമില്ല. ഏറ്റവും സുന്ദരമായൊരു കലയാണ്, ഏറ്റവും കൂടുതൽ സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റിയൊരു കലയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെ കൂട്ടായ്മയെ നിലനിർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നേഹബന്ധത്തിൻ്റെ ചരടിൽ നമുക്ക് കോർക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഭോജനം ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ ഭഗവാൻ പറയുന്നത് സസ്യാഹാരം, സാത്വികാഹാരം. അതിൽ നമ്മൾ രാജയോഗി ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറികളും പഴങ്ങളും, അതിൽ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, മുള്ളങ്കി ഈ സാധനങ്ങളും അധികം എരിവ്, മസാല, പുളിയൊക്കെ ജാസ്തി ആ ഒരു അവസ്ഥയിലേക്ക് പോയാൽ നമ്മുടെ ഉള്ളിലെയും രജോ ഗുണി തമോ ഗുണി സാധനങ്ങൾ, ഉള്ളി വെളുത്തുള്ളിയെക്കുറിച്ച് അതാണ് പറയണത്, രജോ ഗുണിയാണ്. അപ്പോൾ രജോ ഗുണി സംസ്കാരങ്ങൾ ഉത്തേജിക്കപ്പെടും. ബാക്കി മത്സ്യമാംസങ്ങളെല്ലാം തമോ ഗുണി സംസ്കാരങ്ങളെ ഉത്തേജിപ്പിക്കും. ദേഷ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും.
ഏത് വികാരമുണ്ടോ അത് കുറച്ചും കൂടി ഉത്തേജിപ്പിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ബുദ്ധിപൂർവമായ തിരഞ്ഞെടുക്കലായിരിക്കണം ഭക്ഷണം, എന്ത് കഴിക്കണമെന്ന്. അടുത്തത് സംഘശുദ്ധി, കൂട്ടുകെട്ടിൻ്റെ ശുദ്ധി. പണ്ടേ നമ്മളോട് പറയാറില്ലേ, ഭഗവാൻ എപ്പോഴും പറയും സത്സംഗം ഉയർത്തും, കുസംഗം മുക്കും. ഇത് ചൊല്ലുണ്ട്. പണ്ട് നമ്മളോട് പറയില്ലേ, ചങ്ങാതി നന്നായാൽ അല്ലേ, നല്ലൊരു ചങ്ങാതി മതി, വേറെ ഒന്നും വേണ്ട, ജീവിതം ഉയരും. അപ്പോൾ കൂട്ടുകെട്ടിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മളവിടെ എല്ലാം കേൾക്കുന്നത് അല്ലേ. അത് വ്യക്തികളുടെ കൂട്ടുകെട്ട് മാത്രമല്ല, വ്യക്തികൾ, പുസ്തകങ്ങൾ, പിന്നെ പത്രാകട്ടെ. ഇപ്പം നോക്കി ഇതൊന്നുമല്ല, ഏറ്റവും വലുതെന്താ, ഇപ്പോൾ പേപ്പർ പോലും വായിക്കുന്നത് വളരെ കുറവാണ്. എല്ലാം നമുക്ക് എവിടെ കിട്ടും? ഫോണിൽ കിട്ടും, ഇൻ്റർനെറ്റിൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും, ഫേസ്ബുക്കിൽ കിട്ടും, വാട്സപ്പിൽ കിട്ടും, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, എല്ലാ സാധനവും നമ്മുടെ കൈപ്പിടിയിലുണ്ട്. അപ്പോൾ കൂട്ടുകെട്ടിന് എവിടെയും പോകണ്ട. കൂട്ടുകാരി ഇതിൻ്റെ ഉള്ളിലാണ്, ലോകം മുഴുവൻ കൂട്ടുകാരാണ്. അറിയ പോലും ഇല്ല, അഡ്രസ്സ് പോലും അറിയാം, അങ്ങനെ ഒരാളുണ്ടോയെന്ന് പോലും അറിയില്ല. ആണ് പെണ്ണായിട്ട് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ വരും, പെണ്ണ് ആണിൻ്റെ രൂപത്തിൽ വരും, ഒന്നും നമുക്കറിയില്ല. ചാറ്റിങ് മാത്രമേ ഉള്ളൂ, അത് ചീറ്റിംഗ് ആയിട്ട് മാറുമ്പോഴേ അറിയുള്ളൂ ചതിക്കപ്പെട്ടു അല്ലേ. അപ്പം അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും പറയണം, മക്കളെ ഏതാണെങ്കിലും, അത് ഫോണിൽ കൂടെയാണെങ്കിലും പേപ്പറിലൂടെ ആണെങ്കിലും പുസ്തക രൂപത്തിലാണെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാണെങ്കിലും നമ്മൾ ബോധവാനായിരിക്കണം. അതിനാണ് ബുദ്ധി എപ്പോഴും ഉണർന്നിരിക്കണം. ചതിക്കുഴികളിൽ നമ്മൾ പോയി പെടരുത്. അതിനാണ് അല്ലേ സെലക്ഷൻ ഏറ്റവും പ്രധാനമായിരിക്കണം. ആരുടെ കൂടെ ഞാൻ കൂട്ടുകൂടണം, ഏതിനു വേണ്ടി. പേപ്പർ എടുത്താലും നോക്കിക്കോളൂ, രാവിലെ നമുക്ക് പേപ്പർ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് തുറന്നു, ഞാൻ എന്താ ഡെയിലി കാണണം നോക്കണം. യൂട്യൂബിൽ ആയിരക്കണക്കിന് പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ എൻ്റെ കണ്ണ് ഏതിലേക്കാണ് പോണേ? എനിക്ക് നിരന്തരം ന്യൂസ് കേൾക്കുന്നതാണോ ഇഷ്ടം? ഏത് പ്രോഗ്രാംസും ഞാൻ സെലക്ട് ചെയ്യണം. അതിൽ നിന്നറിയാൻ പറ്റും നമ്മുടെ സംസ്കാരം, ഏത് സംസ്കാരം നമ്മളെ പിടിച്ച് വലിക്കണം. അതോ സിനിമ കാണാനാണോ താല്പര്യം, സീരിയൽ കാണാനാണോ, അല്ലെങ്കിൽ വേറെ വേണ്ടാത്ത എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ സ്പോർട്സ് ആണോ, പാട്ടാണോ, എന്താണോ? പേപ്പർ വരുമ്പോൾ തന്നെ നോക്കും. ചിലർ ആദ്യം എന്താ ചെയ്യുക? സ്പോർട്സ് കോളം നോക്കും, ചിലർ ആദ്യം ചരമക്കോളം നോക്കും, ചിലർക്ക് രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും താല്പര്യം, ചിലർ നോക്കുന്ന ഇന്നത്തെ പേപ്പറിൽ എന്തെങ്കിലും അപകടങ്ങളെക്കുറിച്ചോ അല്ലെ കൊലപാതകത്തെക്കുറിച്ചോ പീഡനത്തെക്കുറിച്ചോ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓരോ തരത്തിലാണ്. സിസ്റ്ററും പേപ്പർ നോക്കും രാവിലെ, എപ്പോഴെങ്കിലും ഒരു നേരം ഹെഡിങ് നോക്കും. എന്താ നോക്കുക? ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമം എന്തൊക്കെയാണ്, പുതിയ കൊറോണ നിയമം എന്തൊക്കെയാണ്, നമുക്ക് നമ്മുടെ സെൻറ്ററുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, പുറത്തിറങ്ങാനുള്ള നിയമങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, പുതിയ ഓർഡേഴ്സ് എന്ത് നോക്കൂ. നമുക്ക് ജീവിതത്തിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയണം അല്ലേ. ഹർത്താലുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം മെയിൻ നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, എല്ലാം അതിലുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് ആവശ്യം, ഇത് ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ ബുദ്ധിപൂർവമായിരിക്കണം തിരഞ്ഞെടുക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം ഒരു ബുദ്ധിപൂർവമായ തിരഞ്ഞെടുക്കലായിരിക്കണം, ബുദ്ധിപൂർവം. അതേപോലെ കൂട്ടുകെട്ട്, അത് ഏത് കൂട്ടുകെട്ടാണെങ്കിലും ബുദ്ധിപൂർവമായിരിക്കണം. ഇല്ലെങ്കിലോ നമ്മൾ പോയി കുടുങ്ങി നശിച്ച് ജീവിതം സർവനാശത്തിൽ പോയിട്ട് പിന്നെ അയ്യോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം നശിച്ച് കേടുവന്ന് അല്ലേ. പിന്നെ പലപ്പോഴും എത്ര കുട്ടികളെ, ചെറുപ്പക്കാർ എല്ലാ അപകടങ്ങളിലും പോയി പെട്ടതിന് ശേഷം അച്ഛനും അമ്മമാർ കൂട്ടിയിട്ട് വരും, സിസ്റ്ററേ ഇങ്ങനെയൊക്കെ കേടുവന്ന് പോയി, നശിച്ചു, അങ്ങനെയായി, ഒന്ന് നന്നാക്കാൻ പറ്റുമോ? അപ്പോഴേക്കും മനസ്സും കേടുവന്നിട്ടുണ്ടാവും, ബുദ്ധിക്കും നാശം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ജ്ഞാനം പറഞ്ഞു കൊടുത്താൽ പോലും മെഡിറ്റേഷൻ ചെയ്യാനോ ജ്ഞാനം കേൾക്കാനുള്ള ശക്തി പോലും അപ്പോഴേക്കില്ലാതായിട്ടുണ്ടാവും. പിന്നെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നന്നായിട്ടിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? അയ്യോ കുട്ടികളോ ആത്മീയ കാര്യങ്ങൾ പഠിച്ച് അവർ സന്യാസിയായി പോയാലോ, അവർ ആശ്രമത്തിൽ പോയാലോ, വീട് വിട്ടു പോയാലോ. അതുകൊണ്ട് കുട്ടികളെയൊന്നും വിടണ്ട, കുട്ടികളൊന്നും കേൾപ്പിക്കണ്ട. കേടുവന്ന ബാക്കി സ്കൂളിലും കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോയി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശ്രമങ്ങളെ തേടും. എന്താ കാര്യം അപ്പോഴേക്കും? ആലോചിക്കുക.
എവിടെ, എന്ത്, എപ്പോൾ, എങ്ങനെ വേണം, അല്ലേ? അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ ശുദ്ധി. ശരീരശുദ്ധിയിൽ അനേക കാര്യങ്ങൾ വരും. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോണില്ല സിസ്റ്റർ. നിങ്ങൾക്കറിയാം, നമ്മൾ മനസ്സിലാക്കി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നമുക്ക് വേണം. അതിൽ ഉണർന്ന് എഴുന്നേറ്റ നമുക്ക് കഴിയുമെങ്കിൽ ശരീരത്തെ ശുദ്ധി വരുത്തിയിട്ടിരുന്ന ആദ്യം മെഡിറ്റേഷൻ നമുക്ക് ചെയ്യണം. അത് രാവിലത്തെ മെഡിറ്റേഷൻ. അപ്പം അതിൽ വേണമെങ്കിൽ നമുക്ക് തല കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ശരീരത്തെ ശുദ്ധമാക്കിയിട്ട് വേണമെങ്കിൽ ഇരിക്കാം. അതും പറ്റിയില്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൈകാല് മുഖം കഴുകിയിട്ടിരിക്കാം. പക്ഷേ അതിന് ശേഷം നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുളി കഴിയുന്നത് ശരീരത്തിന് ഏറ്റവും ആരോഗ്യം നൽകുന്ന കാര്യമാണ്. രാത്രി കിടന്നുറങ്ങിക്കഴിയുമ്പോൾ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനേക രാസപ്രവർത്തനങ്ങൾ ബോഡിയിലുണ്ടാവും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ തന്നെ നമുക്ക് ഫ്രഷാകും. അല്ലാതെ രാവിലെ തൊട്ട് എല്ലാ ജോലികളും ചെയ്തിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ വൈകുന്നേരം കുളിക്കാം, ഈ ശീലം ഒരിക്കലും വെക്കരുത്. കാരണം അത് നമ്മുടെ എഫിഷ്യൻസിയെ പകുതിയിലധികം കുറച്ച് നമ്മുടെ കാര്യക്ഷമത ഇല്ലാണ്ടാക്കി കളയും. നമ്മളിപ്പോൾ ഒരു ഇന്നലത്തെ ഡ്രസ്സ് ഇന്നിടില്ലല്ലോ, അതും ഇന്നലെ കിടന്നുറങ്ങിയ ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്നലെ ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ വൈകുന്നേരം വരെ ഇട്ടിട്ട് നടക്കുമോ? ഇല്ലല്ലോ. കാരണം നമ്മൾ ഇന്നലെ ഉപയോഗിച്ച ഡ്രസ്സിലൊരു അഴുക്ക് മണുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യും? നമ്മൾ കുളിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് മാറ്റണം രാവിലെ. കാരണം എല്ലാത്തിനും ഒരു അഴുക്ക് വൈബ്രേഷനുണ്ട്. ഒരു അഴുക്ക് മണം ഡ്രസ്സിൽ നിന്ന് വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിൻ്റെ ദുർഗന്ധം മാത്രമല്ല, ഓരോ അഴുക്കിൽ നിന്നും അതിൻ്റേതായ ഒരു വൈബ്രേഷനുണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയില്ലേ, നമ്മുടെ ബാത്റൂമിൽ പോലും നമ്മളൊരു സാധനവും വെക്കില്ലല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ ടവൽ ഉൾപ്പെടെ നമ്മളോട് പറയില്ലേ കുളിക്കാൻ നേരെ കൊണ്ടുപോകാവും. കാരണം ബാത്റൂമിൽ വിസർജ്യത്തിൻ്റെ സ്ഥലത്ത് അതിൻ്റെ ഒരു വൈബ്രേഷനാണുള്ളത്. എന്തായാലും അത് നമ്മുടെ ഡ്രസ്സിലും മറ്റും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ബാത്റൂമിലൊന്നും വെക്കരുതെന്ന് പറയണത്. എപ്പോൾ ആവശ്യം എടുത്തുകൊണ്ട് പോവുക, ഉപയോഗിക്കുക, ഉപയോഗം കഴിഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്ന് ധരിച്ച് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധി, രാവിലെ എഴുന്നേറ്റ് ശുദ്ധി വരുത്തിയിട്ട് നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യൂ. ഇനി വൈകുന്നേരം നിങ്ങൾക്കൊന്നും കൂടെ ഫ്രഷ് ആവണമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫ്രഷായിട്ട് ഉറങ്ങാൻ പോകും വൈകുന്നേരം. അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ ചായ കുടിച്ച സമയത്ത് തന്നെ ഫ്രഷ് ആകണമെങ്കിൽ ഫ്രഷ് ആകും. ശരീരത്തിൻ്റെ ക്ലീനിങ്, ഡ്രസ്സ് അന്നന്ന് ഇടുന്ന ഡ്രസ്സ് 2 ജോഡിയുള്ളെങ്കിൽ അന്നന്നത്തെ ഡ്രസ്സ് അന്നന്ന് വാഷ് ചെയ്യുക. കീറിയതാണെങ്കിൽ തുന്നിയിട്ട് ഉപയോഗിച്ചുള്ളൂ, പക്ഷെ ഡെയിലി വാഷ് ചെയ്യുക. പിന്നെ ശരീരശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദ ജേർണി ടു ദ ഹൈസ്റ്റ്, സർവോന്നതമായ അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. എല്ലാ വ്രതങ്ങളിലും വ്രതം എടുക്കുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെ ബ്രഹ്മചര്യത്തിന് ഒരു പ്രധാന സ്ഥാനം എല്ലാ വ്രതാനുഷ്ഠാനങ്ങളിലും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന വ്രതങ്ങളിലെല്ലാം? എന്തുകൊണ്ടെന്നാൽ ഒരിക്കലൊരു പഠനം നടന്നു, മനുഷ്യൻ എന്തുകൊണ്ടാണ് എപ്പോഴും നല്ല ഫീലിങ്ങിലിരിക്കാൻ പറ്റാത്തത്? ഫീലിംഗ് ഗ്രേറ്റ്, ഫീലിംഗ് ഗുഡ് എന്നുള്ള അവസ്ഥ എപ്പോഴും എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ചിലർ പറയില്ല, ഒരു രസവും ഇല്ല, ഒരു സുഖവും തോന്നുന്നില്ല, ആകെ ബോറിങ് അല്ലേ? അപ്പോൾ രസത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഒന്നുകിൽ വെറൈറ്റി ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകണം, അല്ലെങ്കിൽ പിക്നിക്കിന് പോകണം. ചിലർ പറയില്ല, എനിക്ക് പുറത്തു കൊണ്ടോ എനിക്കൊരു രസമില്ല. എന്താ കാര്യം? രസിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എന്തെങ്കിലും ഇന്ദ്രിയ രസം വേണം. അത് കഴിച്ചിട്ട് രസം കണ്ടെത്താൻ, അല്ലെങ്കിൽ കണ്ടിട്ട് രസം കണ്ടെത്താൻ, അല്ലേ? അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബോറിങ്, ഈ സിനിമ കണ്ട്, അല്ലെങ്കിൽ എന്താവും ചിലർക്ക് പാനീയങ്ങൾ, മദ്യം, ലഹരി വസ്തുക്കൾ അത് കഴിച്ച് അതിൽ നിന്ന് രസം കിട്ടും. ഇങ്ങനെ രസിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, സുരസയെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്ദ്രിയ രസങ്ങളുടെ പിന്നാലെ പോകുന്ന സുരസയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രാക്ഷസിമാരുടെയൊക്കെ ശരീരം വലുതായിട്ടല്ലേ കാണിക്കണം, എല്ലാ അവയവങ്ങളും അവർക്ക് വലുതായിട്ടാണ് കാണിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ രാക്ഷസീയമായ സ്വഭാവം ഇന്ദ്രിയ രസങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളെയും കൂടുതൽ ഭോഗിക്കുകയാണ്. അതാണ് വലിയ ശരീരം കാണിക്കുന്നത്. കണ്ണുകൊണ്ടും ഭോഗം കൂടുതലല്ല, അല്ലേ? നാവ് കൊണ്ടാണെങ്കിൽ എല്ലാ അവയവത്തിലൂടെയും ഭോഗം ജാസ്തിയാണ്. ഏതിനെയാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചെന്ത് സംഭവിക്കും? ആവശ്യത്തിൽ കൂടുതലുള്ള ഉപയോഗം, ദുരുപയോഗം, അതിനെല്ലാം എന്ത് ചെയ്യും? നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇപ്പം ഇന്ന്
ഉപയോഗിച്ച രസം പോരാ നമുക്ക് നാളെ. ഇപ്പം ഇന്നൊരു മദ്യപാനിക്ക് ഒരു ഗ്ലാസ് മദ്യം മതിയെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ സുഖം ഉണ്ടാവില്ല. അയാൾക്ക് പിന്നെ രസം കിട്ടണമെങ്കിൽ 2 ഗ്ലാസ് കുടിക്കണം. അടുത്ത ആഴ്ചയ്ക്ക് അയാൾക്ക് 2 ഗ്ലാസ്സിൽ സുഖം കിട്ടില്ല അല്ലേ? ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ ഡോസ് കണ്ടിട്ടില്ലേ? ഓരോ ദിവസം കഴിയുന്തോറും അതിനടിമയായവർക്ക് കൂടുതൽ ഡോസ് വേണം. എന്താ കാര്യം? എന്നാലേ രസം വരുള്ളൂ. കാരണം ഈ രസമൊക്കെ എവിടെ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്? മനസ്സിന് രസം കൊടുക്കുന്ന ആളാരാണ്? മസ്തിഷ്കത്തിലെ ചില ഹോർമോൺസാണ്. ആ ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കുകയാണ്. അത് ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും അല്ലെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് ശരീരബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അല്ലെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടാണെങ്കിലും ഈ മസ്തിഷ്കത്തിലെ ഹോർമോണുകൾ ഡോപ്പമിൻ പോലെയുള്ള 2-3 ഹോർമോൺസ് ഉണ്ട്. അതിനെ ഉത്തേജിപ്പിക്കുകയാണ്, അതിൻ്റെ കൂടുതൽ പ്രൊട്ടക്ഷൻ നടത്താണ്, എന്നിട്ട് അതിനെ ഇങ്ങനെ ഒഴുക്കിക്കളയാണ്, എന്നിട്ട് അതിൽ നിന്ന് രസം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ഈ മസ്തിഷ്കത്തെ ഉത്തേജിപ്പിച്ച് ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ വേസ്റ്റാക്കിക്കൊണ്ടിരുന്ന എന്താ അകം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ബലം പോലും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് ബുദ്ധിശാലികളായിട്ടുള്ള മഹാന്മാർ അല്ലേ, അവരാദ്യം ബ്രഹ്മചര്യമാണ് അനുഷ്ഠിക്കുന്നത്. അവരുടെ ജീവിതയാത്രയിൽ എപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയോ, മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ മസ്തിഷ്കത്തിൻ്റെ പോലും എനർജി സൂക്ഷിക്കാൻ ആദ്യം അവർ എന്തു ചെയ്യും? ലീക്കേജ് അടച്ചു. കാരണം അവർക്ക് മനസ്സിലായി ബ്രഹ്മചര്യ വ്രതം ലംഘിച്ചിട്ട് സ്ത്രീ പുരുഷ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുന്ന ഈ രസത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ എനർജി എത്ര നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു ടാപ്പ് തുറന്നു വെച്ചാൽ നമ്മുടെ ടാങ്കിലെ വെള്ളം എന്ത് ചെയ്യും? ചോർന്നു പോയിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് ഈ ശരീരത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കിട്ടുന്ന സുഖത്തിൻ്റെ പിന്നാലെ പോയി നമ്മൾ നമ്മുടെ സർവശക്തികളെയും വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാങ്ക് എന്ത് ചെയ്യും? ടാപ്പ് തുറന്നിട്ട് ടാങ്ക് കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ഒരു വിവാഹം തന്നെ നമ്മൾ കഴിക്കണത്, ഒരു സ്ത്രീയും പുരുഷനും കൂടെ വിവാഹിതരാകുന്നത് കല്യാണം എന്നാണ് പറയണല്ലേ, മംഗളത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നത്, ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ ഓർമ്മ വേണം, നമ്മൾ ശരീരത്തെ അല്ല കല്യാണം കഴിക്കുന്നത്. അതൊരു ശരീരം മാത്രമല്ല, ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതാരാണ്? ആ ശരീരത്തിനുള്ളിലുള്ളത് ഒരാത്മാവാണ്. ആ ആത്മാവെന്ന് പറയണേ 1000 സംസ്കാരമാണ് നമ്മൾ കല്യാണം കഴിച്ചിരിക്കണേ, 1000 സ്വഭാവത്തെയാണ് നമ്മൾ കല്യാണം കഴിച്ചിരിക്കണേ, 1000 ആശയങ്ങളുടെ ഒരു കൂടാരമാണ് ആത്മാവ് അല്ലേ. നമ്മൾ പുറമേ എന്താ കാണുന്നത്? ഈ ദേഹത്തെ മാത്രമാണ്. അപ്പോൾ ഈ ദേഹത്തെ നമ്മൾ കല്യാണം കഴിച്ചതുകൊണ്ട് ഈ ദേഹത്തെ ഭോഗിക്കുക, അത് മാത്രമാണ് നമുക്ക് കുടുംബജീവിതത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ വൃദ്ധാവസ്ഥയിൽ പോലും ശരീരഭോഗം മാത്രമേ നമുക്കറിയുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലേ ശരീരഭോഗമാണെന്നുള്ള വിചാരത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എത്ര വേഗം നമ്മൾ ഈ ശാരീരിക ഭോഗബന്ധങ്ങൾ ഭോഗവിലാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമായിട്ട് ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മചൈതന്യങ്ങളാണെന്ന് നമ്മൾ പരസ്പരം മനസ്സിലാക്കുകയും ആത്മീയ സുഖം ആത്മീയ സ്നേഹം കൊടുക്കാനും വാങ്ങാനും ആത്മീയമായ വ്യവഹാരത്തിലേക്ക് നമുക്ക് വരാനും കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിനും നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും ബുദ്ധിപരവും വൈകാരികവുമായ പരിപക്വതയ്ക്ക് ബ്രഹ്മചര്യ ജീവിതം ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ടായിട്ട് മാറും. എല്ലാ ജീവജാലങ്ങളിലും നിങ്ങൾ നോക്കിയറിയാം, അവയ്ക്ക് ഈ ഇന്ദ്രിയ രസങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അവരുടെ മനസ്സതിൽ നിൽക്കില്ല. ശരീരബന്ധത്തിലേർപ്പെട്ടാലും അതിലൂടെ കുട്ടികൾ ജനിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സിലൊന്നും പിന്നെ അത് നിൽക്കില്ല. ആ രസമൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനേക്ക് ആ രസങ്ങളെക്കുറിച്ച് കവിത എഴുതുക, അതൊന്നും അവർ ചെയ്യില്ല. കഥ എഴുതൊന്നുമില്ല, കാരണം അവരുടെ മനസ്സതിലേക്ക് പോവില്ല. നമ്മൾ മനുഷ്യനൊരു ജീവി മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ എടുത്ത ഇന്ദ്രിയ രസത്തിൻ്റെ പിന്നാലെ കഥയും കവിതയും സിനിമയും പാട്ടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കണത്, അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ അത് എന്താകും?
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് നിൽക്കില്ല, പിന്നെ 2 ഗ്ലാസ് വേണം, 3 ഗ്ലാസ് വേണം, 4 ഗ്ലാസ് വേണം. അതുകൊണ്ടാണ് ഒരു ഭാര്യയായാലും പോരാ, അല്ലെങ്കിൽ ഒരു ഭർത്താവായാലും പോരാ, ഒരു പ്രിയതമയായാലും ഒരു പ്രിയതമനായാലും ഒന്നും പോരാ. പിന്നെ എന്ത് ചെയ്യണം? അളവ് കൂട്ടി 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 അസാൻമാർഗിക ജീവിതത്തിലേക്ക് പോയി ഇന്ന് ലോകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ അഗ്നി എന്ന് പറയുന്നത് ഏതാണ്? കാമാഗ്നിയാണ്. രണ്ടാമത് അത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിഷേധിക്കുമ്പോൾ, കിട്ടാതെ വരുമ്പോൾ പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അക്രമം, ക്രോധം. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ, എത്ര ആത്മഹത്യകൾ, എന്തെല്ലാം നാശങ്ങൾ കുടുംബങ്ങളുടെ നമ്മൾക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അച്ഛനും അമ്മയും അല്ല 2 പേരും സന്തോഷത്തോടു കൂടിയിട്ട് ഒരു തീരുമാനം എടുത്ത് ബ്രഹ്മചര്യത്തോടെ ജീവിക്കുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിന് പോലും കുഞ്ഞുനാൾ മുതൽ ആ വീടിൻ്റെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പവിത്ര അന്തരീക്ഷം ആ കുട്ടിയുടെ മനോവികാരത്തെ വളരെയധികം സ്വാധീനിക്കും. വൈബ്രേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. എന്നിട്ട് എത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ഈ വ്രതം, ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ ശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നു, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാപ്തി, നേട്ടം അവരവർക്കും കൂടെയുള്ളവർക്കും കുടുംബത്തിലും അതിലൂടെ ഉണ്ടാകുന്ന ശ്രേഷ്ഠ വൈബ്രേഷൻസ് ടോട്ടലി അന്തരീക്ഷത്തിന് തന്നെ വളരെ വലിയ ഒരു പവറാണ്. പ്രകൃതിയുടെ 5 തത്വങ്ങളെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇളക്കങ്ങളുണ്ടല്ലോ, അതിനെപ്പോലും ശാന്തമാക്കുന്നതിൽ നമ്മുടെ ഈ പവിത്ര ജീവിതത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഋഷിമാർ പോലും കുടുംബത്തിലിരുന്നു കൊണ്ടുള്ള ബ്രഹ്മചര്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് അതാണല്ലോ. വിവേകാനന്ദ സ്വാമി അല്ലെ, ഗാന്ധിജി പോലും ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള പുസ്തകം തന്നെയുണ്ട്, ഗാന്ധിജിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും എല്ലാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡെയിലി കേൾക്കുന്ന സത്സംഗം, ഭഗവാന്റെ മഹാവാക്യം, ഒപ്പം നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, ഇതിലൂടെ നമ്മൾ ഈ ഇന്ദ്രിയ രസത്തിൽ പോയിട്ട് ഉത്തേജിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഈ രസം ഇത്രയും നമ്മുടെ ശരീരത്തെ, മനസ്സിനെ എനർജിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് രസിക്കുന്നതിന് പകരം നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ 26 ദിവസം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും എന്ന് തീർച്ചയായിട്ടും സിസ്റ്റർക്ക് അറിയാം. നമ്മൾ അനുഭവിക്കുന്ന രസം എന്താണ്? ഒരു ചില്ലി കാശ് മുടക്കാതെ, ശരീരത്തെ കേടുവരുത്താതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ഒരു തരത്തിലും നമ്മുടെ ശാരീരികമോ മാനസികമോ മസ്തിഷ്കത്തിനോ ഒരു തരത്തിലുള്ള ആഘാതവും ഏൽപ്പിക്കാതെ നമുക്കിത്രയും സുഖം, ആനന്ദം അനുഭവിക്കാൻ കഴിയും നിത്യ സത്സംഗത്തിലൂടെ. ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിന് രസം കിട്ടുന്ന ഹോർമോണുകൾ ഇതിലൂടെ പ്രവർത്തിക്കും മെഡിറ്റേഷനിലൂടെ. അപ്പോൾ ഈ വലിയ രസം കിട്ടുമ്പോൾ പിന്നെ നമ്മളെന്തിനാ ഇന്ദ്രിയ രസമാകുന്ന സുരസയുടെ പിന്നാലെ പോകുന്നത്? അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ധ്യാനം നമ്മൾ ചെയ്യും തോറും, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യും തോറും അടുത്ത ശുദ്ധി നമുക്ക് വേണ്ടത് നമ്മുടെ ഗൃഹം, പരിസരം, ഇവയുടെ ശുദ്ധിയാണ്. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അന്നന്ന്, ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ശ്രീകോവിലാണല്ലോ നമ്മുടെ അടുക്കള ഉൾപ്പെടെ നമ്മുടെ വീടും അകവും പുറവും എപ്പോഴും എല്ലായിടവും ക്ലിയറാക്കി വയ്ക്കുക. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുക്കളയിലെ അഴുക്ക് പാത്രങ്ങളും അടുക്കളയും എല്ലാം വൃത്തിയാക്കിയിട്ടല്ലേ എല്ലാവരും ഉറങ്ങുള്ളൂ. അതെല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ അതൊരു ജീവിതശൈലിയാണ്. രാവിലെ എഴുന്നേറ്റ് മുറ്റടിച്ച് കഴുകി വിട്ടിട്ടാണല്ലോ. ഇവിടെ പാലക്കാടൊക്കെ സിസ്റ്റർ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ മിക്കവാറും ഒരു പാലക്കാടൻ ഒരു ശൈലിയാണ്. രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കുക മാത്രമല്ല ചെയ്യുക, ഇവിടെല്ലാം മുറ്റം കഴുകി വിട്ട് കോലവും കൂടി വരച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അഗ്രഹാരം, അഗ്രഹാരങ്ങളിൽ മാത്രമല്ല കുറേ ഏരിയകളിൽ ഈ ഒരു സംസ്കാരം എല്ലാവർക്കും ഉണ്ട്. അത്രയധികം ശുദ്ധി, ബാഹ്യമായ ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും.
അപ്പം അതേ ഒരവസ്ഥ നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ, സേവാ കേന്ദ്രങ്ങളിൽ, എല്ലാ സെൻറ്ററുകളിലും ഈ രീതിയിലുള്ള ഒരു ജീവിതചര്യയാണ് നമ്മുടേത്. അപ്പം അതേപോലെ രാജയോഗി ബ്രഹ്മകുമാർ കുമാരി ജീവിതം ജീവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ വീട്, കാരണം നമ്മൾ നമ്മുടെ വീടായിട്ടല്ല വെച്ചിരിക്കണേ. ആരുടെ വീടാണ്? ബാബ വീടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഭഗവാന്റെ വീടാണ്, ഭഗവാന്റെ ക്ഷേത്രമാണ്. അതുകൊണ്ട് എപ്പോഴും ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ശുദ്ധിയാക്കി വയ്ക്കാൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലീൻ, ക്ലിയർ എല്ലാം. അടുക്കള മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബെഡ്റൂം ആകട്ടെ, ഉപയോഗിക്കുന്ന വസ്തുക്കളാകട്ടെ, ഓഫീസാകട്ടെ, നമ്മുടെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ടേബിൾ ഉൾപ്പെടെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു കടക്കാരൻ പോലും അങ്ങനെയല്ലേ, അടിച്ച് തുടച്ച് പൂ വെച്ച് വിളക്ക് വെച്ചിട്ടല്ലേ രാവിലെ ബിസിനസ് ആരംഭിക്കില്ല. അതിന് മുമ്പ് എന്ത് ചെയ്യും? എല്ലാ സാധനങ്ങളും പൊടി തട്ടും. വൈകുന്നേരം എടുത്തു വയ്ക്കുമ്പോഴും അതേപോലെയല്ലേ. അതേപോലെ രാവിലെ നമ്മൾ വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം അല്ലേ, തലേദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ട് വെക്കണം. ഇല്ലെങ്കിൽ രാവിലെ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ആരംഭിക്കും. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതല്ല ആദ്യം നമ്മുടെ ടേബിൾ തുടച്ച്, കമ്പ്യൂട്ടർ തുടച്ച് വൃത്തിയാക്കി, അതിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണത്. പൂജയ്ക്ക് നമ്മൾ എല്ലാ വർഷവും ചെയ്യില്ലേ, അത് വർഷത്തിലൊരിക്കൽ പൂജാ ദിവസം മാത്രം ചെയ്താൽ പോരാ. ആദ്യം എന്താ ചെയ്യേണ്ടത് അല്ലേ, ഈ ഒരു ക്ലീനിങ്, ആ ഉപയോഗിക്കുന്ന സാധനത്തോടുള്ള റെസ്പെക്റ്റാണിത്. കാരണം ആ പണിയായുധം കൊണ്ടാണ് ഡെയിലി നമുക്ക് പണിയേണ്ടത്. കമ്പ്യൂട്ടറാണെങ്കിലും ഫോണാണെങ്കിലും, നമ്മൾ ഒരു സാധാരണ പണിക്കാരനാണെങ്കിൽ നമ്മുടെ ഒരു ആയുധമാണെങ്കിൽ പോലും അല്ല, ഒരു മൺവെട്ടിയാണെങ്കിലും അത് വൈകുന്നേരം കണ്ടിട്ടില്ലേ, നല്ല കൂലിപ്പണിക്കാരാണെങ്കിലും അവരുടെ എന്ത് കൺസ്ട്രക്ഷൻ പണിക്കാർ നിങ്ങൾ നോക്കിക്കോളൂ, അവർ പണി കഴിഞ്ഞ് അവർ കുളിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക, അവരുപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും അവർ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടാണ് പിന്നെ അവർ കുളിക്കുക അല്ലേ, എന്നിട്ടാണ് പോക്കുക ഇന്നത്തെ പണി. അതുപോലൊരു ജീവിതശൈലി നമ്മൾ കുഞ്ഞുനാൾ മുതൽ, കുട്ടികളെ മുതൽ അങ്ങനെ പഠിപ്പിക്കണം. അവരുടെ ടേബിൾ, അവരുടെ പുസ്തകം, അവരുടെ ബാഗ്, ഇതെല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അവർ തന്നെ സ്വയം ചെയ്യണം എല്ലാം. ആ ഒരു ജീവിതശൈലിയിലൂടെ നമുക്ക് പോകണം. കാരണം നമുക്ക് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ്? മനഃശുദ്ധിയാണ്. ഈ പുറമേയുള്ള എല്ലാ ശുദ്ധികളുടെയും പരമോന്നത ലക്ഷ്യം മനസ്സിൻ്റെ ശുദ്ധി. കാരണം ശുദ്ധമായൊരു മനസ്സാകുന്ന പുഷ്പം വേണം നമുക്ക് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാൻ. ഗീതയിൽ മന്മനാഭവ എന്നാണ് പറയണത്. നമ്മൾ ഭഗവാന് കൊണ്ടുവന്ന് പൂക്കൾ കൊടുക്കുമ്പം പോലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു കേട് വന്ന പൂവ്, അല്ലെ ഒരു പുഴുവുള്ള പൂവ്, അല്ലെങ്കിൽ വാടിയ പുഷ്പം, ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഭഗവാന് സമർപ്പിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഈശ്വരന് സമർപ്പിക്കുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയുമല്ലേ ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണേ അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയുള്ള മനസ്സിനെ സമർപ്പിക്കണം? ഇപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ നോക്കുക. ഇന്നലെ കഴിഞ്ഞ 4 ദിവസം നമ്മൾ വളരെയധികം കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിചാരങ്ങൾ, കാഴ്ചപ്പാട്, വ്യവഹാരം ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. 3-ാം കണ്ണ് തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ എല്ലാവരെയും കാണാൻ. ആത്മീയ ദൃഷ്ടിയോടുകൂടി വിചാരങ്ങളെല്ലാം ആ രീതിയിൽ, അപ്പോഴേ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ വിചാരങ്ങളുടെ ഉൽപ്പത്തി ഇവിടെ നിന്ന് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് മനഃശുദ്ധിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയണില്ല. കാരണം നമ്മൾ ഏകദേശം 1 മാസം കൊണ്ട് ഇത് തന്നെയാണ് മുഖ്യമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കൂടുതലും ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താണോ, ചുരുക്കത്തിൽ ഒരേ ഒരു സെൻറ്റൻസ് പറയാം, എന്താണോ നമുക്ക് നടക്കേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെയുള്ളവരെ പ്രതിയും നമ്മുടെ പ്രകൃതിയിൽ നിന്നാണെങ്കിൽ പോലും എന്താണോ നടക്കേണ്ടത് അതേ നമ്മൾ ചിന്തിക്കാവൂ. വെള്ളപ്പൊക്കം ഉണ്ടാകണമെങ്കിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ചിന്തിക്കൂ. പ്രളയം കാണണമെങ്കിലേ പ്രളയത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. അല്ല, എന്താണോ നടക്കേണ്ടത് അത് മാത്രം ചിന്തിക്കൂ. ഡാം പൊട്ടുമെന്ന് നമ്മൾ 1000 പേര്, ലക്ഷക്കണക്കിന് പേര് ഒരുമിച്ച് ചിന്തിച്ച് നമ്മളെല്ലാവരും ചേർന്ന് പൊട്ടിക്കുകയാണ്. സൂക്ഷിക്കുക. സങ്കല്പത്തിൽ ഊർജ്ജമുണ്ട്. കളക്റ്റീവ് എനർജിക്ക് പവർ ജാസ്തിയാണ്. അപ്പം നമ്മുടെ ഒരു മക്കളാണെങ്കിൽ പോലും ഒരു മോശ സ്വഭാവം ഉണ്ടെങ്കിലും, ഇവ മോശമാണ്, ഇവ നന്നാവില്ല, നീ നശിച്ചു പോവും, വായിക്കൊണ്ട് പറയുക, എനർജി എറിഞ്ഞു കൊടുക്കുക, മനസ്സിൽ വിചാരിക്കുക, എറിയാണ്. എല്ലാം ഊർജ്ജമാണ്. എന്താണോ നടക്കേണ്ടത്, നമ്മുടെ ആര് എന്തായാലും എങ്ങനെയായാലും അവരെങ്ങനെ ആകണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തി. ഇപ്പം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചല്ല,
അവരെന്തായി കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ചിന്തിക്കൂ. കാരണം ചിന്ത, സങ്കല്പം ഊർജമാണ്, എനർജിയാണ്. ഇത് മറക്കരുത്. ഓരോ ഊർജവും ഒരു എഫക്റ്റ് ഉണ്ടാക്കുക. ഒരു സങ്കല്പം ഒരു സൃഷ്ടിയാണ് ഉണ്ടാക്കുക. ഒരു സൃഷ്ടി എന്ത് സൃഷ്ടിക്കണോ ഇവിടെ നിന്ന് അറിയുന്നതിനനുസരിച്ചാണ്. ഇത് വിത്താണ്. ഇന്നല്ലെങ്കിൽ നാളെ അനുകൂല സാഹചര്യത്തിൽ ഈ വിത്ത് മുളയ്ക്കും. അപ്പം നമുക്ക് എങ്ങനെയുള്ള വിത്ത് എറിയണം, എങ്ങനെയുള്ള വൃക്ഷം ഉണ്ടാക്കണം, എങ്ങനെയുള്ള ഫലം ഉണ്ടാക്കണം, അങ്ങനെയുള്ള ചിന്ത മാത്രം കൊണ്ടുവരും. എന്ത് നടക്കാൻ പാടില്ലയോ അത് ചിന്തിക്കാതിരിക്കണം. എന്നാൽ ചോദിക്കും, അയ്യോ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണില്ല സിസ്റ്റർ, അതും ഇതും വിചാരം വരികയാണ്. അതിനാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവോ വേസ്റ്റോ വേണ്ടാത്തതോ വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവാക്കി എങ്ങനെ മാറ്റണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിൻ്റെ ഭക്ഷണം പോലെ ആത്മാവിന് ഡെയിലി സത്സംഗമാകുന്ന ഭോജനം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുവഴിക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ ശുദ്ധി, പിന്നെ വാക് ശുദ്ധിയും വ്യവഹാരശുദ്ധിയും. വാക്ക് ഇത്രയും അപാരശക്തിയുള്ളതാണ്, അപാരശക്തിയാണ്. ഒരു വാക്കുകൊണ്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം, ഒരു വാക്കുകൊണ്ടൊരു ജീവിതം തല്ലി തകർക്കാം അല്ലേ. ഈ നാവിന് ഈ 2 ജോലിയും ചെയ്യാം. കത്രികയുടെ ജോലി ചെയ്യാം, മുറിക്കാം. സൂചി നൂലിൻ്റെ ജോലി ചെയ്യാം, കൂട്ടിച്ചേർക്കാം ജീവിതങ്ങളെ. ആലോചിക്കുക, ഞാൻ രാവിലെ മുതൽ വൈകുന്നത് വരെ, ഉറങ്ങും വരെ ഈ നാവ് എന്തിനൊക്കെയാണ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവേത് ബന്ധം കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ലെങ്കിലും തകർക്കാതിരിക്കുക. ജീവിതം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതങ്ങളെ നശിപ്പിക്കുന്നത് പോലെ, മനസ്സുകളെ തകർക്കുന്നത് പോലെ, ഹൃദയങ്ങളെ തകർക്കുന്നത് പോലെ ഉള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുള്ളൂ എങ്കിൽ സൈലൻസാണ് അവിടെ ഏറ്റവും ബെറ്റർ. പറയാറുണ്ടല്ലോ, എ മീനിങ് ഫുൾ സൈലൻസ് ഈസ് ബെറ്റർ ദാൻ 100 മീനിങ്ലെസ് വേർഡ്സ് എന്നാണ് പറയാം. നിങ്ങൾ 100 അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുന്നതിനേക്കാളും, വേസ്റ്റ് പറയുന്നതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. ആ സൈലൻസിലൊരു മീനിങ് ഉണ്ടാവും, അർത്ഥം ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും നമുക്ക് സ്വയം ചെക്ക് ചെയ്യാം, ഗൃഹപാഠമെടുക്കാം. ഓരോ ശുദ്ധികളിലൂടെയും അവരവർക്ക് അവരവരിലേക്ക് തിരിഞ്ഞു നോക്കാം. ടോട്ടൽ വ്യവഹാരം, വ്യവഹാരശുദ്ധി എന്നല്ലേ പറയണം. ഓരോരോ ആത്മാവും നമുക്ക് മനസ്സിലായി, എല്ലാവരും ഓരോ ആത്മാക്കളാണ്. ഓരോ ആത്മാവിനും ഈ നാടകത്തിൽ അവരവരുടേതായൊരു നിശ്ചിത പാർട്ടുണ്ട്, റോളുണ്ട്. നമ്മൾക്കും ഒരു റോളുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഭഗവാൻ പറയുന്നുണ്ട്, ഇന്നലെയും ഒക്കെ ഭഗവാന്റെ മഹാവാക്യത്തിലുണ്ടായിരുന്നു, മക്കളെ ഓരോരുത്തർക്കും അവരവരുടേതായ ആദരവ് കൊടുക്കൂ. അവർ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും നിങ്ങൾക്ക് സമാനമായവരാണെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കൂ. റെസ്പെക്റ്റ് കിട്ടാനുള്ള മാർഗം റെസ്പെക്റ്റ് കൊടുക്കൂ. അവരൊരു പക്ഷേ റോങ് ആണെങ്കിൽ പോലും, റോങ് ആണ് പറയണതെങ്കിൽ പോലും ഭഗവാൻ പറഞ്ഞ ആദ്യം നിങ്ങൾ ആദരവ് കൊടുത്ത് കേൾക്കൂ, പിന്നെ തിരുത്തൂ. നമ്മൾ എപ്പോഴും പെരുമാറ്റത്തിൽ സൂക്ഷിക്കണം. അപ്പം നമുക്ക് നമ്മുടെ അച്ഛനോട് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ പലതും വാശി പിടിക്കും, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ വെച്ച് ഒരിക്കലും നമ്മുടെ അച്ഛനോട് അമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരോട് ഒരിക്കലും നമ്മൾ പ്രൈവറ്റായിട്ട് ഇടപഴകുന്നത് പോലെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തരുത്. അവർ നമുക്ക് സ്നേഹം തരുന്നു പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവർക്കും ആദരവ് കൊടുത്തുകൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ. ആദരവ് കൊടുത്തുകൊണ്ട്. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, കുത്തി നോവിപ്പിക്കുക, വിമർശിക്കുക, ആൾക്കാരുടെ മുന്നിൽ വെച്ച്, അത് ഹസ്ബൻഡിനെ ആണെങ്കിലും വൈഫിനെ ആണെങ്കിലും മക്കളെ, നിങ്ങളിപ്പോൾ നോക്കൂ, കൊച്ചു കുട്ടികളെ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും, ഇപ്പോൾ ചേച്ചിയുടെ മുന്നിൽ വെച്ച് അനിയത്തി എന്തെങ്കിലും പറഞ്ഞാൽ പോലും ആർക്കും ഇഷ്ടമല്ല. സ്വന്തം കുടുംബ, സ്വന്തം ചേച്ചിയും സ്വന്തം അനിയത്തിയാണ്, നമ്മുടെ മക്കളാണ്.
എന്നാൽ പോലും ഒരാളുടെ മുന്നിൽ വെച്ച് ഒരാൾ പറഞ്ഞ, കാരണം കുട്ടികളുടെ എല്ലാവരുടെ ഉള്ളിലും അത്ര ഈഗോയിസ്റ്റിക്കാണ്. ഞാനെന്ന ഭയങ്കര ഈഗോയ്ക്കുള്ളില്ല. അല്ല എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് പോലും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അത്ര ദുരഭിമാനം, ദേഹാഭിമാനത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലിരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹർട്ടാവണം. നിങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ? ഭഗവാൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾക്ക് പെട്ടെന്ന് അഭിമാനം ഫീൽ ചെയ്യുന്നു, അപമാനം ഫീൽ ചെയ്യുന്നു അർത്ഥം. ബാഡ് ഫീലിംഗ്, ആരെങ്കിലും ഒന്ന് പെരുമാറിയപ്പോൾ, ഒരു മോശവാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബാഡ് ഫീലിംഗ് ഉണ്ടാകണം. ചിലർ പറയില്ല, എനിക്കങ്ങനെ ഹർട്ടായി, എൻ്റെ ഈഗോ ഹർട്ട് ചെയ്തു, അവർ എൻ്റെ അഭിമാനത്തെ കുത്തി നോവിപ്പിച്ചു, പറയാറില്ലേ? ഭഗവാൻ പറയണേ, നിങ്ങൾക്ക് പെട്ടെന്ന് ഹർട്ടാകണോ അർത്ഥം നിങ്ങൾ അത്രത്തോളം ദുരഭിമാനത്തിലാണ്, അത്ര ഈഗോയിസ്റ്റിക്കാണ്, അത്ര കൂടുതലാണ് ദേഹാഭിമാനം എന്നർത്ഥം. ഇതിൽ നിന്ന്, ഈ ചട്ടയ്ക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് വരികയും വേണം. നമുക്ക് സ്വയം മറ്റുള്ളവരെയും ആ കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്ക് വ്യവഹാരം ചെയ്യണം. അടുത്തത് കർമ്മശുദ്ധിയാണ്. കർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർമ്മത്തിന് 2 തരത്തിലുള്ള ഫലമാണ്. ഒന്ന്, ഏത് കർമ്മവും ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്കതിന് അല്ലേ ഒരു സേവനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഒരു സാധനത്തിൻ്റെ രൂപത്തിലായാലും നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്കതിന് ഒന്നുകിൽ കൂലി കിട്ടും, ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ചിലത് നമുക്ക് പേരോ പ്രശസ്തിയോ ബഹുമാനമോ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അതൊരു ഫലം. പക്ഷെ രണ്ടാമത്തെ ഫലം എന്താണ്? ഒരു ഗുപ്ത ഫലമുണ്ട് എല്ലാറ്റിനും. ഇത് പ്രത്യക്ഷ ഫലമാണ്. പരോക്ഷ ഫലം ഏതാണ്? എല്ലാ കർമ്മവും ആത്മാവിൽ ഒരു പതിപ്പുണ്ടാക്കും, അല്ലേ? അതൊരു കർമ്മഫലം ഉണ്ടാക്കും. നമുക്കൊരു മാസത്തിലൊരു പ്രൈവറ്റിലോ ഗവൺമെൻറ്റിലോ എവിടെ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്കറിയാം, മാസാവസാനം നോക്കുകയാണെങ്കിൽ നമുക്ക് ശമ്പളം 10,000 ആണെന്നിരിക്കട്ടെ, അത് നമുക്ക് ബാങ്കിലോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ വരും. പക്ഷേ ആ ഒരു മാസക്കാലം നമുക്ക് കാത്തിരുന്നാലേ മാസാവസാനം ചിലപ്പോൾ ശമ്പളം കിട്ടുള്ളൂ. ചിലതേ ഉള്ളൂ ദിവസക്കൂലി. പക്ഷേ ദിവസക്കൂലി ആയാലും രാവിലെ തൊട്ട് ജോലി ചെയ്തിട്ട് വൈകിട്ടേ കൂലി കിട്ടും. പക്ഷേ രാവിലെ നമുക്ക് ജോലി ചെയ്യുന്നത് മുതൽ കിട്ടുന്ന ഒരു ശമ്പളമുണ്ട്. അതേതാണ്? അനുനിമിഷം നമ്മൾ ചെയ്യുന്ന കർമ്മം സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ധർമ്മം. ഏതാ ധർമ്മം? 7 ഗുണങ്ങൾ. സ്വധർമ്മത്തിലിരുന്ന് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അത് സന്തോഷമാണ് പ്രത്യക്ഷ ഫലം തരണം, ശക്തിയാണ് നമുക്ക് പ്രത്യക്ഷ ഫലം തരുന്നത്. പിന്നെ ഒരു ഗുപ്തഫലം ആത്മാവിൽ ആശീർവാദം. എവിടെ നമ്മൾ ആരുടെയൊക്കെ സേവനങ്ങൾ ചെയ്തു അവരിൽ നിന്നെല്ലാം നമുക്ക് നല്ല ആശീർവാദം കിട്ടും. പറയില്ലേ, ഒരു കടക്കാരനാണെങ്കിൽ പോലും പറയില്ലേ, നമ്മളൊരു 100 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിയാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ കൊടുത്ത 100 രൂപയ്ക്ക് മൂല്യമുള്ളൊരു സാധനം എനിക്ക് കിട്ടണം. അവിടെ നിന്നൊരു കേട് സാധനം തന്നു, നമ്മളെ പറ്റിച്ചു, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ അറിഞ്ഞുള്ളൂ, അല്ലെ ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അറിഞ്ഞത് നമ്മൾ പറ്റിക്കപ്പെട്ടു. അപ്പം നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥ എന്താ? കടക്കാരൻ വിചാരിച്ച് കണ്ടില്ലേ, അവർ വാങ്ങിയിട്ട് പോയി, നോക്കിയില്ല, അറിഞ്ഞേയില്ല, ഞാൻ പറ്റിച്ചു, പൈസ എനിക്ക് കിട്ടി, പഴയ സാധനം കടയിൽ നിന്ന് ഒഴിവായി കിട്ടി, അവരറിഞ്ഞതേ ഇല്ല. നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദിവസങ്ങൾ നമ്മളത് കാണുമ്പോൾ അല്ലേ, എന്നെ 100 രൂപ പറ്റിച്ചുവല്ലോ. ആ സാധനം കേടായി എത്ര ദിവസം വീട്ടിൽ കിടക്കണോ? കാണുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ശമ്പളം പോവുകയാണ്. ആർക്ക്? ഇത് 100 രൂപയേക്കാളും വലിയ നഷ്ടം അവിടെ ഉണ്ടാക്കും. ഇൻട്രസ്റ്റ് സഹിതം. അപ്പോൾ അയാൾക്ക് 1000 രൂപയുടെ ചിലവ്, ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും 1000 രൂപയുടെ ചിലവ് കാത്തു നിൽക്കുക. ഹോസ്പിറ്റലിൽ ഒരു കേസ് വന്നാൽ പോരെ, 1000 അല്ലല്ലോ, ഇപ്പോൾ ലക്ഷങ്ങളുണ്ടെങ്കിലും കയറി ഇറങ്ങി വരാൻ പറ്റില്ല. ചിലർ കണ്ടിട്ടില്ല, അവരവർക്കൊരു കസേര കിട്ടും. ആ കസേര കുറച്ച് ഭദ്രമായൊരു കസേരയാണെങ്കിൽ, പ്രത്യേകിച്ചും ഗവൺമെൻറ് പോലെയുള്ള കസേരയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുന്ന കൈക്കൂലി വാങ്ങാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ളതാണെങ്കിൽ പലതരത്തിലും നമ്മൾ പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വശപ്പെടും. ചിലപ്പോൾ മനഃപൂർവ്വം ഒന്നും ആയിരിക്കില്ല. ചിലർക്ക് എന്ത് തോന്നും, എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയല്ലേ, 2-3 പെൺമക്കളുണ്ട്, ഒക്കെ കല്യാണം പ്രായമായിട്ട് വരികയാണ്, അവരെയൊക്കെ കല്യാണം കഴിപ്പിക്കണ്ടേ, എന്തായാലും എൻ്റെ ശമ്പളം കൊണ്ട് തികയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പല മാർഗങ്ങളിലൂടെ സമ്പാദിക്കും. പക്ഷേ ആ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടാവും, കല്യാണം നടത്തിയിട്ടുണ്ടാവും, പക്ഷേ വിവാഹമേ നടക്കുള്ളൂ, അതിലൂടെ കല്യാണം നടക്കണമെന്നില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം. ആ കല്യാണം കഴിപ്പിച്ച് വിട്ട മക്കൾക്ക് ആ പൈസ കൊണ്ട് കല്യാണം ഉണ്ടാകണമെന്നില്ല, മംഗളം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താ?
നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ധനവും ശുദ്ധമായതായിരിക്കും. അശുദ്ധിയോട് കൂടിയ ധനം, അത് 1 രൂപ നമ്മുടെ വീട്ടിൽ വന്നാൽ അത് നമുക്ക് ആ ധനം ആരൊക്കെ കഴിക്കുന്നോ പങ്കിടുന്നോ എല്ലാവർക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എഫക്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. അമംഗളത്തിലൂടെ, അസാൻമാർഗികമായ മാർഗത്തിലൂടെ വഴിവിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്, അസത്യത്തിലൂടെ വന്നത് ഒരിക്കലും നമുക്ക് സുഖം തരില്ല, നിയമമാണ്. അപ്പോൾ അൾട്ടിമേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആത്മീയ ശുദ്ധീകരണത്തിന് നമുക്ക് ഭഗവാൻ നിത്യ സത്സംഗം തരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ കർക്കിടക സായാഹ്ന സത്സംഗത്തിന് ശേഷം ഇനി നിങ്ങൾക്ക് 31-ാം തീയതിക്ക് ശേഷം പ്രഭാതത്തിലെ ഭഗവാന്റെ മധുരം മുരളി രവം ഡയറക്റ്റ് ഈശ്വരൻ്റെ മഹാവാക്യങ്ങൾ കേൾക്കാം, മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. ഒപ്പം നിങ്ങൾ ഈ ശുദ്ധികൾ ഇതിലേതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ കുടുംബത്തിലിരുന്നുകൊണ്ട് സമാധാനപൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റണം. ശുദ്ധികൾ പാലിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ ശണ്ട ഉണ്ടാക്കിയിട്ടല്ല. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത് ഓരോന്നും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നോക്കൂ. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കാരണം ഭഗവാന്റെ മഹാവാക്യമാണ് മക്കളെ, എവിടെ ശുദ്ധിയുണ്ടോ അവിടെ സുഖം, ശാന്തി, സമൃദ്ധി. ഇതൊക്കെ എവിടെ പ്യൂരിറ്റി ഉണ്ടോ അവിടെയാണ് പീസ്, അവിടെയാണ് അതേപോലെ ഹാപ്പിനെസ്, അവിടെയാണ് പ്രോസ്പെരിറ്റി, സമൃദ്ധി പോലും. ഇത് വലിയ അനുഭവമാണ്. സിസ്റ്റർക്ക് വളരെയധികം അനുഭവം, സ്വന്തം അനുഭവമുണ്ട്, അനേകരുടെ അനുഭവമുണ്ട്. ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിച്ചാൽ തന്നെ നമുക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്ന, സ്ഥൂലമായിട്ട് പോലും ബ്ലോക്കായിട്ട് നിൽക്കുന്ന ധനം വരെ തിരിച്ചു വരും. നമ്മളതിൻ്റെ പിന്നാലെ പോണ്ട, നമ്മുടെ പിന്നാലെ അത് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു സംശുദ്ധീകരണം നമുക്കെല്ലാവർക്കും, പുരുഷോത്തമ മാസമല്ലേ, പുരുഷോത്തമനാകണ്ടേ, ആ രീതിയിലൊരു ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ജീവിച്ചു നോക്കൂ. നിങ്ങളെന്നും എല്ലാം ചെയ്യണം, അന്ധമായിട്ട് ചെയ്യണമെന്ന് പറയില്ല ഒരിക്കലും സിസ്റ്റർ നിങ്ങളോട്. 1 മാസം നിങ്ങൾ വേണമെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഈ കർക്കിടകം മുതൽ അടുത്ത കർക്കിടകം വരെ 1 വർഷം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ലാഭമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ തുടരും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കാം. എന്തായാലും പറയാറുണ്ടല്ലോ, സുഖമായ ജീവിതം ജീവിക്കാൻ നമുക്കിത് എല്ലാം ആവശ്യമാണ്. നല്ലൊരു രാജയോഗി ജീവിതത്തിന്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നല്ലേ പറയണേ ഭൂമിയിൽ. അപ്പോൾ ഒരു സന്മനസ്സ് വേണം ഇങ്ങനെ ജീവിക്കാൻ, അപ്പോഴേ സമാധാനം ഉണ്ടാകും.